ാണ് ഈ കായൽ തീരമെങ്കിൽ ഇതിന്റെ പിന്നാമ്പുറത്ത് എന്താണ് ആ നെൽവകയിലുള്ള ഗ്രാമീണ ഭംഗിയുള്ള ആ ഒരു അന്തരീക്ഷം. പിന്നെയോ വേമ്പനാട്ട് കായലിന്റെ ആംബിയൻസ്. പിന്നെ ഈ കാലഘട്ടത്തിൽ ഏകദേശം 1990 ശേഷം ഈ കായലോരത്ത് വന്ന താജ്, റാഡിസൺ, കാസിനോ പോലുള്ള ഇന്റർനാഷണൽ ബ്രാൻഡിന്റെ റിസോർട്ടുകൾ, ഇതെല്ലാം കൂടെ ഈ 3 ഘടകങ്ങളും ഒരു കൊടക്കീഴിൽ വന്നപ്പോഴാണ് എന്താണ് ലോകപ്രസിദ്ധമായ ഒരു വിനോദസഞ്ചാര കേന്ദ്രമായി മെല്ലെ വളർന്നു വന്നത്. അതിന് ഒട്ടേറെ ഉദാഹരണങ്ങൾ നിങ്ങളുടെ മുന്നിൽ വെക്കാൻ പറ്റും. ഏകദേശം 2000 ആണ്ടോടുകൂടി ഇവിടെ വന്ന അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന അടൽ ബിഹാരി വാജ്പേയി സാബ്, പിന്നെ ഒരാഴ്ചയ്ക്ക് മുന്നേ, ഒരു 3-4 ദിവസം മുന്നേ ഇപ്പോഴത്തെ നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്ന ഏതാണ് നമ്മുടെ ദ്രൗപദി മാഡം, അവര് വന്നു. പിന്നെ ക്രിക്കറ്റേഴ്സും, അങ്ങനെ ലോകത്ത് അറിയപ്പെടുന്ന ഒട്ടേറെ വിശിഷ്ട വ്യക്തികൾക്ക് ആതിഥ്യം വഹിക്കാനായിട്ട് ഈ കൊച്ചു കായൽ തീരം നമുക്ക് സാക്ഷിയായിട്ടാണ്. അതിനെ പ്രധാനപ്പെട്ടമായിട്ട് സഹായിച്ചത് ഈ 3 ഘടകങ്ങളാണ്. നോക്കൂ, ഈ ഉച്ച സമയത്ത് തന്നെ ഈ കായലിനെ നമുക്ക് ഇങ്ങനെ ഇത്രയും നോക്കി ആസ്വദിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ സൺസെറ്റ് സമയത്ത് നമ്മളൊരു ബീച്ചിൽ പോയാൽ കിട്ടുന്നതിനേക്കാൾ മനോഹരമായ ഒരു ആംബിയൻസ് ആണ് ഈ കിഴക്കേ തീരത്തിൽ നിന്ന് പടിഞ്ഞോട്ട് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ പടിഞ്ഞാറ് തീരങ്ങളെ അപേക്ഷിച്ച് അപ്പോൾ നമ്മൾ രാവിലെ ഏകദേശം 1.5 മണിക്കൂറോളം പടിഞ്ഞാറ് തീരത്തൂടെ സഞ്ചരിച്ചു. റിസോർട്ടുകൾ വല്ലതും കണ്ടോ? ഇല്ല. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി ഈ കിഴക്കേ തീരത്ത് ഈ താജും, റാഡിസണും, കാസിനെ പോലെ ഇന്റർനാഷണൽ ബ്രാൻഡിന്റെ ഉൾപ്പെടെ ഒരു 30-ലധികം റിസോർട്ടുകൾ വരാൻ കാരണം ഈ കിഴക്കേ തീരത്ത് കിട്ടുന്ന ആ കായലിന്റെ ആംബിയൻസ് തന്നെയാണ്. ഇനി ഇടതുവശം ഒന്ന് ശ്രദ്ധിച്ചാൽ ഒരു റിസോർട്ട് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടും. അതാണ് റാഡിസൺ എന്ന ഇന്റർനാഷണൽ ബ്രാൻഡിന്റെ സൂര്യ എന്ന് പറയുന്ന ഒരു 3 സ്റ്റാർ റിസോർട്ട്. ഏകദേശം 100-ലധികം റൂമുകളാണ് റിസോർട്ടിനുള്ളത്. ഒരു കറിന് മുകളിൽ അത് വിശാലമായി കിടക്കുന്ന ഈ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ റിസോർട്ടുകളിൽ ശ്രേണിയിൽപ്പെടുന്നവരാണ്. അതിന്റെ ലക്ഷറി വില്ലകളാണ് ആ ഗാർഡൻ സെറ്റ് ചെയ്ത് സ്വിമ്മിംഗ് പൂൾ അറ്റാച്ചോട് കൂടിയ നമ്മുടെ ഇടതുവശം കാണുന്നെങ്കിൽ വാഹനം എല്ലാം മുന്നോട്ട് പോകുമ്പോൾ അവിടെ ലോഗോ ഒക്കെ അവരെ പതിപ്പിച്ചിട്ടുണ്ടല്ലോ. എന്താണ്? സൂര്യ എന്ന് എഴുതിയിട്ടുണ്ട്. ഉള്ളിലോട്ട് നോക്കിയാൽ കാണാം അതൊരു ആർട്ടിഫിഷ്യൽ തടാകമാണ്. അതിന്റെ അപ്പുറയാണ് ആ വലിയൊരു സ്വിമ്മിംഗ് പൂളിന്റെ അപ്പുറയാണ് ഫ്രണ്ട് ഓഫീസ്. ആ ഫ്രണ്ട് ഓഫീസിലേക്ക് 2 മാർഗവും നമുക്ക് എത്തിച്ചേരാം ഒരു സഞ്ചാരി എന്ന രീതിയിൽ വന്നാൽ. എങ്ങനെയാണ്? കായൽ മാർഗം വന്നാൽ ഈ എൻട്രൻസ് വഴി കയറാം, പിന്നെ പിന്നിലുള്ള റോഡ് വഴി വന്നാലും പറയാം. എന്ന് വെച്ചാൽ കോട്ടയത്ത് നിന്നോ ആലപ്പുഴയിൽ നിന്നോ എറണാകുളത്തു നിന്നൊക്കെ ഏത് മാർഗം വേണമെങ്കിലും നമുക്ക് ഇവിടെ എത്തിച്ചേരാം എന്ന സാധനം. ഇത് റാഡിസന്റെ സൂര്യയാണെങ്കിൽ ഇതിന്റെ പിന്നാമ്പുറത്താണ് പുറകോട്ട് പോകുമ്പോൾ നമ്മളൊരു ഹാഫ് പോർഷനെ കാണുന്നുള്ളൂ. പുറകോട്ട് പോകുമ്പോൾ എന്താണ്? താജ് ഗ്രൂപ്പ് ഓഫ് ഇന്റർനാഷണൽ, താജ് ഹെറിറ്റേജ്, കാസിനോ ഗ്രൂപ്പിന്റെ കോക്കൺ ലഗോൺ, അബാദ് ഗ്രൂപ്പിന്റെ അബാദ് പ്ലാസ, KTDCയുടെ വാട്ടർ എസ്കേപ്സ്, ബാക്ക് വാട്ടർ റിപ്പിൾസ്, അങ്ങനെ ചെറുതും വലുതുമായി നമ്മുടെ പോക്കറ്റിന്റെ കഥമനുസരിച്ച് വന്ന് 1-2 നോക്കാൻ പറ്റേ ഏകദേശം 30-ലധികം റിസോർട്ടുകൾ ഈ തീരത്തുണ്ട്. പിന്നെയോ ഇവിടെ താമസിച്ചുകൊണ്ട് വൈകുന്നേരം രാവിലെയൊക്കെ നമ്മൾ ഔട്ടിങ്ങിന് ഇറങ്ങിയാൽ നമ്മളെ കാത്തിരിക്കുന്നത് ഒരു സഞ്ചാരി എന്ന രീതിയിൽ നമ്മൾ എവിടെ സഞ്ചാരം നടത്തിയാലും ആ സ്ഥലത്തെ കാഴ്ചകൾക്കൊപ്പം നമ്മുടെ മനസ്സിൽ എന്തായിരിക്കും? അവിടെ കിട്ടുന്ന ആ പ്രാദേശികമായിട്ട് കിട്ടുന്ന ഫുഡ് അല്ലേ? ഞങ്ങൾ ആലപ്പുഴക്കാരെ സംബന്ധിച്ച് നമ്മൾ കോഴിക്കോടൊക്കെ പോയാൽ കോഴിക്കോടിന്റെ കാഴ്ചകൾക്കപ്പുറം നമ്മുടെ മനസ്സിൽ കോഴിക്കോട്ടത്തെ അലുവായും ബിരിയാണി അങ്ങനെയുള്ള സാധനങ്ങൾ അല്ലേ? അപ്പൊ ഇവിടെ വരുമ്പോൾ മലയാളികൾ അപ്പുറം വരുന്ന സഞ്ചാരികൾ കുമരകം വരുമ്പോൾ എന്താണ്? കരിമീൻ. നമ്മൾ കേരളത്തിൽ എവിടെ പോയാലും കിട്ടുന്ന കരിമീനല്ല കുമരകത്തെ കരിമീൻ. കുമരകത്തെ ഈ പ്രദേശത്തെ കരിമീന് അതിന്റേതായ ഒരു പ്രത്യേകത. ഇപ്പൊ നമുക്ക് ആന്ധ്ര കരിമീനൊക്കെ ലഭ്യമാണ്. പക്ഷേ കുമരകത്ത് വന്ന് താമസിച്ചുകൊണ്ട് ഇവിടുത്തെ ഷാപ്പുകളിലും കൊച്ചു കൊച്ചു റെസ്റ്റോറന്റിലൊക്കെ ചെന്നാൽ അവിടെ കിട്ടുന്ന ആ ഒരു മീൻ വിഭവങ്ങൾ, കരിമീനും കൊഞ്ചും ഞണ്ടും കക്കാരശ്ശിയും, അത് കൂടാതെ നമ്മുടെ ജന്മത്തിൽ ഇത് കണ്ടിട്ട് കേട്ടിട്ടില്ല ഒട്ടേറെ മത്സ്യവിഭവങ്ങളുടെ കലവറ തന്നെയാണ് ഈ കായൽ തീരം. അപ്പൊ എന്താണ്? വൈകുന്നേരം ഒട്ടേറെ മത്സ്യത്തൊഴിലാളികൾ ഇങ്ങനെ മീൻ പിടിക്കാൻ പോകും. രാവിലെ ഫ്രഷ് മീനെ കിട്ടും. ഇതൊക്കെ കിടക്കുന്ന കൊച്ചു കൊച്ചു റെസ്റ്റോറന്റുകളും കള്ള് ഷാപ്പുകളും ഈ ടൂറിസ്റ്റ് കേന്ദ്രത്തിന്റെ മറ്റൊരു ആകർഷകതയാണ്. അപ്പോ 400-600 ഒന്നും കളി നടക്കുന്നില്ല കേട്ടോ. പൈസയൊക്കെ കൂട്ടിവെച്ചോ. എപ്പോഴെങ്കിലും ഒരു 10-50,000 ഒക്കെ ആയിട്ട് മെല്ലെ ഇറങ്ങാമെങ്കിൽ നമ്മുടെ പോക്കറ്റിന്റെ കനമനുസരിച്ച് ഇത് ഏതെങ്കിലും ഒരു റിസോർട്ട് എടുത്തുകൊണ്ട് ഒരു ദിവസം താമസിക്കുക. അപ്പൊ മനസ്സിലാവും ഞങ്ങൾ ഈ പറയുന്നതിനെക്കാട്ടിൽ എത്രയോ മുകളിലാണ് ഈ കുമരകം. എന്താണ് വേഗയുടെ പ്രത്യേകത? ആലപ്പുഴ വന്ന ഹൗസ് ബോട്ടോ ഷിക്കാര എടുത്താൽ നമ്മൾ ഈ കുമരകത്തോ പാതിരാമണ്ണോ വരില്ല. ഇവരൊന്നും കാണാൻ പോലും അവസരമില്ല. അവിടെ വ്യത്യസ്തമാവുന്നു നമ്മുടെ ഈ കൊച്ചു പ്രസ്ഥാനം. അപ്പം നമ്മൾ കടന്നു പോകുന്നത് കുമരകത്തിന്റെ തീരങ്ങളുണ്ട്. ഈ റിസോർട്ടുകൾക്കൊപ്പം ചരിത്രമുണ്ട്, പാരമ്പര്യമുണ്ട്. ഈ കൊച്ചു കായൽ തീരത്തിന്, ഗ്രാമത്തിന് ആധുനിക കുമരകത്തിന്റെ ശില്പി എന്ന് വിശേഷിക്കപ്പെടുന്നത് AJ ബേക്കർ എന്ന സാഹിത്യജ്ഞൻ. നമ്മൾ പറഞ്ഞു മീനച്ചിലാറ് കഴിവിക്കൊണ്ടുവന്ന് കുറെ നാള് എക്കലടി ചതിപ്പായിട്ട് കിടന്ന സ്ഥലത്തേക്ക് ഏകദേശം 1883 ആണ്ടോടുകൂടി കടന്നു വന്ന ഈ AJ ബേക്കർ എന്ന സാഹിത്യാണ് ഇതിന്റെ രൂപവും ഭാവവും തന്നെ മാറ്റിയത്. എന്താണെന്ന് വെച്ചാല് സാഹിത്യം എക്കലടിന് ഫലഭൂഷ്ടമായ മണ്ണിന് എന്തായി നമ്മൾ ഈ പറഞ്ഞതിന്റെ പിന്നാമ്പുറത്ത് എന്താണ് കാർഷിക നിലവാന്ന് പറഞ്ഞല്ലേ? ഇതിന്റെ നിർമ്മാണ തുടക്കം വെച്ചത് സാഹിത്യാണ്. സാഹിത്യം എന്ത് ചെയ്തു? ഈ ചതുപ്പിനെ കാർഷിക ജനങ്ങളായിട്ട് കൺവേർട്ട് ചെയ്തു. അതോടുകൂടി
വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ കൂട്ടത്തോടെ ഈ കായൽ തീരം തേടി എത്തിയതുകൊണ്ടാണ് വലിയ ഇതൊരു ഗ്രാമമായിട്ട് മാറി. അതുകൊണ്ടാണ് നേരത്തെ മെൻഷൻ ചെയ്ത് കേരളത്തിലെ പ്രായം കൊണ്ടും വലുപ്പം കൊണ്ടും കൊച്ചു ഗ്രാമമാണ്. ഇതിന്റെ വടക്കേ അറ്റം കേട്ടിട്ടുണ്ടല്ലേ ഐമരം. എന്താണ് നമ്മുടെ പ്രിയപ്പെട്ട എഴുത്തുകാരി അരുന്ധതി റോയുടെ ജന്മസ്ഥലവും അരുന്ധതി റോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആ ഒരു പുസ്തകത്തിന്റെ ഇതിവൃത്തമൊക്കെ ഈ ഐമനമായിട്ടാണ്. തൊട്ടപ്പുറം യെച്ചൂർ ഫേമസ് അല്ല, യെച്ചൂർ പശു കാര്യങ്ങൾ. അങ്ങനെ ഈ കുമരവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാ കാര്യങ്ങളും ലോകശ്രദ്ധ നേടിയിട്ട്. അതുകൊണ്ട് തന്നെയാണ് ഓരോ വർഷവും ലക്ഷക്കണക്കിന് വിനോദസഞ്ചാരികളെ ഈ തീരത്തേക്ക് ആകർഷിക്കുന്നതും കേരളത്തിലെ ഏറ്റവും കൂടുതൽ ടാക്സി വിധിക്കുന്ന പഞ്ചായത്തുകളിൽ ഒരെണ്ണമായി നമ്മുടെ ഈ കൊച്ചു കായൽ തീരം 16-17 കിലോമീറ്ററുള്ള കായൽ തീരവും മാറിയത്. എനിവേ, നമ്മൾ കടന്നു പോകുമ്പോൾ റിസോർട്ടുകൾക്ക് ഇടയ്ക്ക് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഞാൻ ഈ പറഞ്ഞൊരു 30 വർഷം മുന്നേ ഉള്ള ആ കുമരകത്തിന്റെ പിക്ചർ. എന്താണ് പാതിരാമണൽ പോലെ തന്നെ കണ്ടൽക്കാട് ചതിപ്പ് അടിഞ്ഞുകൂടി കണ്ടൽക്കാടോട് കിടക്കുന്ന ആ പ്രദേശങ്ങളും ഇടയ്ക്കിടയ്ക്ക് കാണാം. ഇത് ഒരു പക്ഷേ ഒരു 5 വർഷം കഴിയുമ്പോൾ എന്താവും, നമ്മൾ റിസോർട്ട് നിൽക്കുന്ന പോലെ തന്നെയാവും. എന്താണ് പൂഴിയും മണ്ണുമൊക്കെ കിടക്കുന്നു കൊണ്ടുവന്ന് ഇതേപോലുള്ള ചതിപ്പിനെ ഉയർത്തിയാണ് ഈ കായൽ തീരത്തെ ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റിയത്. അപ്പൊ നമ്മൾ അടുത്ത ഒരു അരമണിക്കൂർ കാഴ്ചകൾ എന്ന് വെച്ചാൽ വാഹനത്തിന്റെ ഇടതുവശം കുമരകത്തിന്റെ കാഴ്ചകളും വലതുവശം ആ കായലിന്റെ മനോഹാരിതയിൽ ദൂരക്കാഴ്ചയായിട്ട് നമ്മൾ കടന്നു വന്ന ആലപ്പുഴ തീരങ്ങളിൽ. ഇനി അടുത്ത ഹാഫ് ആൻ അവർ കഴിയുമ്പോൾ നമ്മൾ എത്തിച്ചേരും കായൽ കാർഷിക വിനോദസഞ്ചാര കേന്ദ്രം അഥവാ നമ്മുടെ സ്വന്തം നെല്ലറയായ കുട്ടനാട്ടിലേക്ക്. കുട്ടനാട്ടിലെത്തുമ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിൽ വെച്ചോ, ഈ കായലിൽ നിന്ന് മനസ്സിൽ വെച്ചോളൂ കേട്ടോ. അവിടെ ചെല്ലുമ്പോൾ എന്തായിരിക്കും, നമ്മൾ ഒത്തിരി സ്ഥലങ്ങൾ യാത്ര ചെയ്യുന്നത് യൂഷ്വലി ജലാശയം എവിടെ ആയിരിക്കും, താഴെയും കരപ്രദേശം മേലുമായിരിക്കും അല്ലെ. ഇനിയിപ്പോൾ അരമണിക്കൂർ കഴിയുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഇടതും വലതുമായിട്ട് കാർഷിക മേഖല കരപ്രദേശം നമുക്ക് കാണാം. പക്ഷേ കരപ്രദേശം താഴെയും ജലാശയം മേലുമായിരിക്കും. സസ്പെൻസ് ആയിട്ടിരിക്കട്ടെ, അവിടെ ചെല്ലുമ്പോൾ അതിനെക്കുറിച്ചും കുട്ടനാടിനെ കുറിച്ചും കൂടുതൽ വിവരങ്ങളുമായി നിങ്ങളിലേക്ക് തിരികെ. താങ്ക് യു.